ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പം സ്കൂൾ തുറപ്പാണ്. ഇന്ന് സ്കൂൾ തുറന്നു. അപ്പം കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ജപിക്കാവുന്ന ഒരു ശിവമന്ത്രമാണ് പറഞ്ഞു തരുന്നത്. അതെല്ലാവർക്കും, കുട്ടികൾക്ക്, വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നാൾക്ക് നാൾ നൽകുന്ന ഒരു മന്ത്രമാണ്. ഞാനീ പറഞ്ഞ ഈ മന്ത്രം ജപിച്ച കുട്ടികൾക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, പ്രായമുള്ളവർക്കും പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോഴേ ശിവഭഗവാന്റെ നാമത്തിൽ ഞാൻ ആ ഒരു മന്ത്രം പറഞ്ഞു തരാം. എല്ലാവർക്കും ഗുണമാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു മന്ത്രം ഒരു നിധിയായിരിക്കും, ഒരു നിധി. കാരണം ഈ ഒരു മന്ത്രം ആര് ജപിച്ചാലും, കുട്ടികൾക്കാണെങ്കിൽ അവരേറ്റവും നല്ല ഉയർച്ചയിലെത്തും. പിന്നെ വീട്ടിലുള്ള മറ്റുള്ളവർ തൊഴിൽ ചെയ്യുന്നവരൊക്കെ ജപിച്ചാലും തൊഴിൽപരമായി അവർക്കും ഏതൊരു സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും എല്ലാ കാര്യങ്ങളും അവർ നടന്നു കിട്ടും. അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു മന്ത്രമാണ് ഇത്. എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ശിവഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് കാണുന്നവരുടെ, ചെയ്യുന്നവരുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. 100% എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാനത് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഇവ ഒരുപാട് മെസ്സേജുകളാണ് ദിവസവും വരുന്നത്. എല്ലാത്തിനും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഞാൻ ഫ്രീ ആകുന്നതനുസരിച്ച് പറ്റുന്നതിന് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ടത് കേട്ടിട്ട്, ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ധൃതി വെച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും നോക്കാനും പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. പിന്നെ എനിക്ക് പ്രാണായാമം, യോഗ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റേതായ പല കാര്യങ്ങളിലും പലപ്പോഴും ഞാൻ ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ടാണ്, എല്ലാത്തപ്പോൾ വർക്കിലുമായിരിക്കും. അതുകൊണ്ടാണ് വിളിച്ചാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ്. പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, മിക്കവാറും തിരക്കിൽ തന്നെ ആയിരിക്കും. അവിടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. കേട്ട് കഴിഞ്ഞ ആവശ്യമുണ്ട് ചെയ്യാമല്ലോ, ചെയ്യാതിരിക്കുക. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ശിവ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മന്ത്രം, ഈ ഒരു വരി ഞാൻ ഇതുപോലെ ആദ്യമായിട്ടാണ് പറയുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞ ഈ വരി ഉരുവിട്ട കുട്ടികൾക്ക് 98% മാർക്കോടെ പാസ്സായവരുണ്ട്. വാട്സപ്പിലൊക്കെ ധാരാളം മെസ്സേജുകൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ അനുഭവമുള്ളവർ. പിന്നെ പ്രായമുള്ളവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊക്കെ നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായൊരു മന്ത്രമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന, അത് ഏതൊരാളും ആയിക്കോട്ടെ, ഒരു പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, സാധാരണ കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഉയർന്ന ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ഇന്ന് വേണ്ട അല്ലെങ്കിൽ കലാമേഖലയിലുള്ളവരായിക്കോട്ടെ, ഇന്ന് വേണ്ട ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ആ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, ശിവബോധമുണ്ടാവും. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി കൊടുക്കും. അവരുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ കടന്നു വരുന്ന അത്ഭുതകരമായ ഒരു മന്ത്രമാണ് പറഞ്ഞു തരുന്നത്. ഈ മന്ത്രം നിങ്ങൾ രാവിലെ കിടക്കപ്പ ഇരുന്നുകൊണ്ട് ജപിക്കാം. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കണം. അതിനുശേഷം കുളി കഴിഞ്ഞ് കൈയും കാലും മുഖം കഴുകിയിട്ട് ജപിക്കാം. അതിനുശേഷം വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ജപിക്കാം. അതിനുശേഷം കർപ്പൂരം തൊട്ട് ജപിക്കാം. 1 തവണയോ 3 തവണയോ ജപിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ ഏതൊരു കാര്യവും തുടങ്ങുന്നതിന് മുമ്പും ഈ മന്ത്രം ജപിക്കാം. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴിടയ്ക്കൊക്കെ ജപിക്കാം. ഇത് വാഗൊണ്ട് ജപിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. മന്ത്രം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ആ മന്ത്രം ഇതാണ്. ഈ മന്ത്രം നിങ്ങൾ കേട്ട് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളിലൂടെ അറിഞ്ഞിട്ടേ ജപിക്കാവുള്ളൂ കേട്ടോ. ഞാൻ ബാക്കി കാര്യങ്ങളിലൂടെ പറയുന്ന കേൾക്കണം. മന്ത്രം ഇതാണ്: സത് ബുദ്ധി ചിത് ആനന്ദം ശിവോഹം. ഒന്നുകൂടെ പറയാം: സത് ബുദ്ധി ചിത് ആനന്ദം ശിവോഹം.
ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെന്ന് എഴുതിയിട്ടേക്കാം. അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ജപിക്കുക. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് ഒരു ചെറിയ കാര്യം പോലെ തോന്നും. സത് ചിത് ബുദ്ധി ശിവോഹം ജഗത് സർവം ശിവോഹം. ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. ഒറ്റ വരിയായിട്ട് ജപിക്കണം. സത് ബുദ്ധി ചിത് ആനന്ദം ശിവോഹം ജഗത് സർവം ശിവോഹം. ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. 2 വരി ഉണ്ട്. അതൊരു ഒറ്റ വരിയായിട്ടങ്ങ് ജപിക്കുക. വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ എഴുതിയിടാം. അപ്പോൾ ഇത് രാവിലെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കണം. 3 തവണ 3 ടൈംസ് 3 തവണ ജപിക്കണം. പിന്നെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കൈയും കാലും മുഖം കഴുകിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ജപിക്കാം. കുളിമുറിയിൽ നിന്ന് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ. പിന്നെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് 3 തവണ ജപിച്ച് തൊട്ട് തൊഴാം. കർപ്പൂരം തൊട്ട് 3 തവണ ജപിക്കാം. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ജപിക്കാം. ഫ്രീയായിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കാം. വൈകുന്ന പാട് കിടക്കുന്നതിന് തൊട്ട് മുമ്പും വടക്കോട്ടിരുന്ന് ജപിക്കാം. അത്ഭുതകരമായ മന്ത്രമാണ്. അത്ഭുതകരമായ മന്ത്രം. ഇനി ഇതിൻ്റെ രഹസ്യമാണ് പറയാൻ പോവുക. അത് കേൾക്കണം. കേട്ടിട്ടേ നിങ്ങളിത് ജപിക്കാവുള്ളൂ. ചാടിക്കറി ആദ്യം ജപിക്കണ്ട. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. സത് ബുദ്ധി. സത് ബുദ്ധി എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഈശ്വരീയമായ നന്മയുള്ള, നമ്മൾ ഒരിക്കലും ഒരാപത്തിലും പോയി ചാടാത്ത, നമ്മളെ ഒരിക്കലും ഒരു പ്രതിസന്ധിയിലാക്കാത്ത ഈശ്വരീയമായ നല്ല ബുദ്ധി തരണേ എന്നാണ് പറയുന്നത്. ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. ആ ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിക്കണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അല്ലെ ആ ബുദ്ധി കൊണ്ട് തന്നെ ചിലപ്പോൾ തെറ്റായ രീതിയിൽ പല കാര്യത്തിലും ഉപയോഗിച്ചാൽ അത് തന്നെ അവന് ഉപയോഗിക്കുന്നവർക്ക് വിനയാകാറുണ്ട്. സത് ബുദ്ധി എന്ന് വെച്ചാൽ ഈശ്വരീയമായ ബുദ്ധി എനിക്ക് നൽകണമെന്നാണ്. അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നന്മ ഉണ്ടാകത്തുള്ളൂ. ആ സദ്ബുദ്ധി കൊണ്ടുണ്ടാകുന്ന സമ്പത്ത് നമുക്ക് എന്നും അനുഭവിക്കാൻ പറ്റും. അല്ലെ ആ സദ്ബുദ്ധി കൊണ്ടുണ്ടാകുന്ന ഐശ്വര്യങ്ങൾ നമുക്ക് എന്നും അനുഭവിക്കാൻ പറ്റും. സദ്ബുദ്ധി എന്ന് വെച്ചാൽ അത് ഈശ്വരീയമാണ്. ഈശ്വരീയമായ ബുദ്ധി എന്നാണ് പറയുന്നത്. സദ്ബുദ്ധി. ചിത്ത്. ചിത്ത് എന്ന് വെച്ചാൽ മനസ്സ്. ചിത്ത് അത് ഈശ്വരീയമായ മനസ്സ്. ഈശ്വരീയമായ മനസ്സെന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ തോന്നുന്ന ചിന്തകളായിക്കോട്ടെ, ആ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളായിക്കോട്ടെ, എല്ലാം നന്മയുള്ള വികാരങ്ങളെ, നന്മയുള്ള ചിന്തകളെ, അപ്പോഴാണ് അത് ഈശ്വരീയമാകുന്നത്. അപ്പോൾ സത് ബുദ്ധി ചിത് ആനന്ദം. ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരീയമായ ആനന്ദമാണ്. അതൊരിക്കലും നഷ്ടപ്പെടുന്നതല്ല. അത് എപ്പോഴും ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദമാണ്. വേറൊരാൾ വിചാരിച്ചാലും ആ ആനന്ദം ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ആനന്ദം നമ്മൾ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമാണ്. സത് ബുദ്ധി ചിത് ആനന്ദം. ഇത് പിന്നെ പറയുന്നത് ശിവോഹം. അത് ശിവോഹമാകുന്നു. ശിവോഹം എന്ന് വെച്ചാൽ എന്താണ്? ഐ ആം ശിവ, യു ആർ ശിവ, ഓൾ തിങ്സ് ആർ ശിവ. ഞാൻ ശിവൻ, നിങ്ങൾ ശിവൻ, കാണുന്നതെല്ലാം ശിവൻ, കേൾക്കുന്നതെല്ലാം ശിവൻ, എല്ലാം ശിവൻ. നമ്മുടെ എല്ലാം കാണുന്നത് ശിവൻ, കേൾക്കുന്നത് ശിവൻ, പറയുന്നത് ശിവൻ, എല്ലാം ശിവനാണെന്നുള്ള ഒരു ബോധമാണ് ശിവോഹം. അതാണ് ശിവോഹം. അപ്പോൾ അതൊരു അൾട്ടിമേറ്റായിട്ടുള്ള ഒരു ബോധമാണ്. സത് ബുദ്ധി ചിത് ആനന്ദം ശിവോഹം. പിന്നെ പറയുന്ന വരി ഏതാണ്? ജഗത് സർവം ശിവോഹം. ജഗത്ത് എന്ന് വെച്ചാൽ ലോകം മുഴുവൻ, സർവം ശിവോഹമാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ രഹസ്യം കിടക്കുന്നത്. എന്താണ്? ലോകം മുഴുവൻ ശിവോഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ലോകം, നമ്മൾ കേൾക്കുന്ന ലോകം, നമ്മൾ അനുഭവിക്കുന്ന ലോകം, നമ്മളുടെ വെളിയിലുള്ള ലോകം, നമ്മളുടെ ഉള്ളിലുള്ള ലോകം, ഇന്നർ വേൾഡ്, ഔട്ടർ വേൾഡ് എല്ലാം ചേർന്ന് വരുന്ന എല്ലാം ശിവോഹമാണ്. അകത്തും പുറത്തുമുള്ള ബോധം ശിവോഹമാണ്. അതിനപ്പുറത്തൊന്നുമില്ല. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി ഈശ്വരീയമായ കടാക്ഷം ആ വ്യക്തിയിൽ ഉണ്ടാകാൻ തുടങ്ങും. കാരണം ഇതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ കാണുന്നതെല്ലാം ഈശ്വരൻ, ഞാൻ കേൾക്കുന്നതെല്ലാം ഈശ്വരൻ, ഞാൻ പറയുന്നതെല്ലാം ഈശ്വരൻ, എൻ്റെ ഉള്ളിലുള്ള ഈശ്വരബോധം, എൻ്റെ വെളിയിലുള്ള ഈശ്വരബോധം, ആ ശിവബോധം, സത്യബോധം അതാണ് എന്ന് നമ്മൾ വാഗൊണ്ട് ഉച്ചരിച്ചാണ് ഇത് ജപിക്കേണ്ടത്. മനസ്സിലല്ല കേട്ടോ, വാഗൊണ്ട് ഉച്ചരിച്ച് തന്നെ ജപിക്കണം. അപ്പോൾ ഇത് കണ്ണ് തുറന്ന് ജപിക്കുക, കണ്ണൊന്നും ഉടയ്ക്കുന്നുണ്ട്, വാഗൊണ്ട് ഉച്ചരിച്ച് ജപിക്കുക. ഇത് ഇത്രയും ജപിച്ചാൽ തന്നെ ആ പരമമായ ഈശ്വരബോധം ഉണ്ടായി വരുമെന്നുള്ളതാണ്. എത്ര പ്രതിസന്ധികളും മാറിക്കിട്ടും, എത്ര ആപത്തുകളും മാറിപ്പോകും. കാരണം ശിവബോധമായി കഴിഞ്ഞാൽ പിന്നെ ശിവബോധമായി കഴിഞ്ഞാൽ പിന്നെ അതിന് എല്ലാ തടസ്സങ്ങളെയും മാറ്റാൻ ശക്തിയുണ്ട്. ഒരു തടസ്സങ്ങളും പിന്നെ നമ്മളെ തകർക്കാൻ പറ്റത്തില്ല.
മോശം കൂട്ടുകെട്ടുകളിൽ പോകത്തില്ല. ഏർപ്പെടുന്ന പരീക്ഷകളിലായിക്കോട്ടെ, തൊഴിലിലായിക്കോട്ടെ, എല്ലാത്തിലും വിജയമുണ്ടാകും. ഭഗവാനെ അനുഭവിക്കും, ആനന്ദമുണ്ടാകും. ആനന്ദമെന്ന് വെച്ചാൽ ഒരു വണ്ടി മേടിച്ചാൽ കിട്ടുന്ന ആനന്ദമല്ല, ഒരു വീട് വെച്ചാൽ കിട്ടുന്ന ആനന്ദമല്ല, ഒരു ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചാൽ കിട്ടുന്ന ആനന്ദമല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഉള്ളിൽ നിന്നുള്ളൊരു ആനന്ദമുണ്ട്. ആ ആനന്ദം ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാൻ പറ്റാത്തൊരു ആനന്ദമുണ്ട്. ഉള്ളിൽ നിന്നുള്ള ആ ഒരു ആനന്ദം കിട്ടും. അതുകൊണ്ട് തന്നെ മനസ്സിൽ നിരാശ ഉണ്ടാകത്തില്ല, എപ്പോഴും സന്തോഷവാനായിരിക്കും. അവൻ്റെ മനസ്സും ബുദ്ധിയും എല്ലാം എപ്പോഴും വളരെ ഒരു പ്രൊഡക്റ്റീവായിരിക്കും, വളരെ പ്രയോജനപ്രദമായിട്ട് പ്രവർത്തിക്കും. അപ്പം അങ്ങനെ ഏറ്റവും മിടുക്കന്മാരാകാനും, ഏറ്റവും നല്ല കഴിവുള്ളവരായി തീരാനും, ഏറ്റവും പ്രതിഭാശാലികളായി തീരാനും ഈ ഒരു വരി ജപിച്ചാൽ മാത്രം മതി. നിങ്ങൾ ചെയ്തു നോക്കുക. ഞാനിത് ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല, ഞാൻ പറഞ്ഞു കൊടുത്ത പലർക്കും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അതാണ് ശരി. ഒരാൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ശരിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കരുത്. നിങ്ങളത് ചെയ്തിട്ട്, ശരിയായിട്ട് ചെയ്തിട്ട്, നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ അതിനെ നിങ്ങൾ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാവുള്ളൂ. അതാണ് ശരിയായിട്ടുള്ള ബോധ്യപ്പെടൽ. അല്ലാതെ ഒരാൾ പറഞ്ഞുകൊണ്ടോ ഒന്നും അതിനെ അംഗീകരിക്കുന്നതല്ല. നമ്മളത് ചെയ്ത് ശരിയായിട്ട് ചെയ്ത് നമ്മൾക്കത് അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഞാൻ അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കില്ല. അല്ലാതെ ആര് പറഞ്ഞാലും എനിക്ക് ചെയ്തത് അനുഭവത്തിൽ വരണം. ഞാൻ ധാരാളം യോഗവിദ്യകൾ ചെയ്യുന്ന ആളാണ്, ധാരാളം യോഗവിദ്യകൾ. പക്ഷേ ഇപ്പോൾ ഒരു ശിവരാജയോഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം എൻ്റെ ചെറുപ്പത്തിൽ തന്നെ സ്വീകരിച്ചതാണ്. ഒരുപാട് വിദ്യകൾ ചെയ്യുന്നു. പക്ഷേ എനിക്കത് ബോധ്യപ്പെടണം. ഞാൻ ചെയ്ത് എനിക്ക് ആ നിലയിലിരിക്കാൻ പറ്റണം. അപ്പം ഞാനത് അനുഭവിക്കുമ്പോഴാണ് ഞാനതിൽ വിശ്വസിക്കുന്നത്. അതാണ് അങ്ങനെ വിശ്വസിക്കാവുള്ളൊരു കാര്യം. അങ്ങനെ വിശ്വസിക്കാവുള്ളൂ. അതാണ് യഥാർത്ഥ നിങ്ങളോട് പുലർത്തേണ്ട നീതി. അതാണ് സത്യബോധം. അതാണ് ഈശ്വരൻ. അല്ലാതെ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അവർക്ക് ഫലം കിട്ടി, ഇവർക്ക് ഫലം കിട്ടി, അതൊന്നുമല്ല. നമുക്കത് അനുഭവമാകുന്നുണ്ടോ? നമുക്ക് ഫലം കിട്ടുന്നുണ്ടോ? ശരിയായിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ശരിയായ ഈശ്വര അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾക്കത് ഫലം കിട്ടിയാൽ നമ്മളത് വിശ്വസിക്കുക. നമ്മളത് ശരിയായിട്ട് ആത്മാർത്ഥമായിട്ടാണോ ചെയ്യുന്നത്? നമ്മൾ ശരിയായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. നമ്മൾക്കത് അനുഭവമാകുമ്പോൾ നമ്മളത് വിശ്വസിക്കുക. അതാണ് യഥാർത്ഥ വിശ്വാസം കേട്ടോ. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരിക്കലും ഒരു ആപത്തിലും പോയി ചാടത്തില്ല. അവർക്കത് കിട്ടി, ഇവർക്കിത് കിട്ടി എന്നും പറഞ്ഞ് പോകുന്നവരൊക്കെയാണ് ഓരോ ആപത്തുകളിൽ പോയി ചാടുന്നത്. നമ്മൾക്ക് സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം അനുഭവത്തിൽ വിശ്വസിച്ചാൽ ഒരാപത്തിലും പോയി ചാടത്തില്ല. അങ്ങനെയുള്ളവരൊരാപത്തിലും പെടുത്താനും പറ്റത്തില്ല. ഇപ്പോൾ എന്നോട് പലരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, സാറേ ആ വിദ്യ പഠിപ്പിക്കുന്നുണ്ട്, ഈ വിദ്യ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരിടത്തും പോകാറില്ല. എന്താ, ഞാനിവിടെ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് ശിവവിദ്യ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ശിവരാജയോഗം ചെയ്യുന്നു, അത് ലയിച്ചിരിക്കുന്നു. എൻ്റെ പ്രപഞ്ചം അതാണ്. ഞാനത് ലയിച്ചിരിക്കുന്നു. എനിക്ക് വേറൊന്നിൻ്റെ ആവശ്യമില്ല. പിന്നെന്തിനാ വേറൊന്നിൻ്റെ പുറകെ നടക്കുന്ന എനിക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതിൽ ലയിച്ചിരിക്കുന്നു. എനിക്ക് അനുഭവം കിട്ടുന്നുണ്ട്, ശിവാനുഭവം കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. കാരണം ഞാനത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള സത്യവിദ്യയാണ്. പിന്നെ എൻ്റെ ഗുരുക്കന്മാരും എന്നെ സംബന്ധിച്ചിടത്തോളം അവരെൻ്റെ പിതാവിനെ പോലെ തന്നെയാണ്. അല്ലെങ്കിൽ അവരെൻ്റെ ഗുരുവാണ്, അവരെൻ്റെ ഈശ്വരനാണ്. ഞാൻ അങ്ങനെയാണ് എൻ്റെ പിതാവിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു ആ രീതിയിലാണ് എൻ്റെ ഗുരുക്കന്മാരെ ഞാൻ സ്നേഹിക്കുന്നത്. അവരെനിക്ക് ഗുരുവുമാണ്, അവരെനിക്ക് ഈശ്വരനുമാണ്. ഞാൻ അങ്ങനെ എൻ്റെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അവധൂതന്മാരെ ഉദ്ദേശിച്ചു കേട്ടോ. അവധൂതന്മാരെയും മഹർഷീശ്വരന്മാരെയും ജീവിച്ചിരിക്കുന്നവരെ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അഗസ്ത്യരെ, തിരുമൂലരെ, അതുപോലെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ, ബ്രഹ്മശ്രീ പൂന്തുറ സ്വാമികൾ, പൂന്തുറ തക്കലല്ല, ബ്രഹ്മശ്രീ പൂന്തുറ സ്വാമികൾ, തിരുമൂലരെ, അഗസ്ത്യരെ, ഇങ്ങനെയുള്ള അവരെല്ലാം എനിക്ക് എൻ്റെ ഈശ്വരന്മാർ തന്നെയാണ് അവർ. ഞാൻ എൻ്റെ പിതാവിനെ എങ്ങനെ കാണുന്നു അതേ ബഹുമാനത്തോടെയാണ്, അതേ സ്നേഹത്തോടെ ആണ് സ്നേഹിക്കുന്നത്. അവരെനിക്ക് ഗുരുവുമാണ്, ഈശ്വരനുമാണ്. അവരെനിക്ക് അറിവുകൾ തരുന്നുണ്ട്, അവരെനിക്ക് അനുഭവങ്ങൾ തരുന്നുണ്ട്. അങ്ങനെയാണ് ശിവനിലെത്തിയത്. ശിവനെ അനുഭവിക്കുക അല്ലെങ്കിൽ ശിവനിലെത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഏറ്റവും ആദ്യ പടി നമ്മൾ ദേവിയെ അറിയണമെന്നുള്ളതാണ്. ദേവിയെ ഞാൻ 7 വർഷം സർവമംഗളമംഗല്യെ ഒരു ദിവസം 3 തവണ വെച്ചെങ്കിൽ രാവിലെ 3 തവണ, വൈകിട്ട് 3 തവണ അങ്ങനെ ജപിച്ചു. അത് 2 വർഷം 3 വർഷം അങ്ങനെ ജപിച്ചു. പിന്നെ ഒരു 3-4 വർഷം സർവമംഗളമംഗല്യ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഏതൊരു കാര്യത്തിന് മുമ്പും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജപിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു 7 വർഷം ജപിച്ച് കഴിയുമ്പോഴാണ് ഞാൻ ശിവനിലേക്ക് എത്തുന്നത്.
ഞാൻ ജപിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ഓം ബ്രഹ്മ വിഷ്ണുശ്ച രുദ്രശ്ച ഈശ്വരശ്ച സദാശിവ യജ്ഞാനൈക പരാനിത്യം തസ്യൈ ദേവേ നമോ നമ. അത്ഭുതകരമായൊരു മന്ത്രമാണ്. അപ്പം അതിൻ്റെ അർത്ഥം ബ്രഹ്മാവ്, വിഷ്ണു, ശ്രീ മഹാരുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നിവരാലെല്ലാം സേവിക്കപ്പെടുന്ന എന്നിവരെല്ലാം അമ്മേ ദേവി അവിടുത്തെ മാത്രം ധ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള എല്ലാവരാലും സേവിക്കപ്പെടുന്ന എൻ്റെ അമ്മേ ദേവിയെക്കുറിച്ചാണ്, ആ ലളിതാ ത്രിപുരസുന്ദരിയെക്കുറിച്ച്. എൻ്റെ അമ്മേ, അവിടേക്ക് എന്നും എപ്പോഴും എൻ്റെ നമസ്കാരം. ഇങ്ങനെ ഞാൻ അമ്മയെ വിളിക്കുന്നത്. പിന്നെ സർവമംഗളമംഗല്യ, അത് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ജപിക്കുന്നു. അങ്ങനെ ജപിച്ച ശേഷമാണ് ഞാൻ ശിവനിലേക്ക് എത്തുന്നത്. പിന്നെ ആ ഗുരുക്കന്മാരുടെ എല്ലാം, അപ്പോൾ ഗുരുക്കന്മാർ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ എല്ലാമാണ്, എൻ്റെ ഈശ്വരന്മാർ തന്നെയാണ്, അവർ എല്ലാമാണ്. അപ്പം അതൊക്കെ അങ്ങനെ ഉണ്ടായ ഈശ്വരാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുണ്ടായ നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ അവിടെ കാണുന്ന കാര്യം ഇവിടെ കാണുന്ന കാര്യം ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ പറഞ്ഞ ഇതുപോലെ ഈശ്വരാനുഭവങ്ങളിൽ നിന്നുണ്ടായ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞത് ചെയ്ത ആളുകൾക്ക് ഗുണമുണ്ടായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിധിയാണ് ഈ അറിവ്. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് സത് ബുദ്ധി ചിത് ആനന്ദം ശിവോഹം ജഗത് സർവം ശിവോഹം. ഇത് അത്ഭുതകരമായ ഒരു മന്ത്രമാണ്. അൾട്ടിമേറ്റായിട്ടുള്ള ആ ശിവ കോൺഷ്യസ്നസ്, ആ പ്രപഞ്ച ബോധത്തിൻ്റെ ആ ഒരു അനുഗ്രഹം, ആ പരമേശ്വരൻ്റെ ഒരു അനുഗ്രഹം നമ്മളിലേക്കുണ്ടാകും. ആ പരമേശ്വരിയും അതോടൊപ്പം നമ്മളെ അനുഗ്രഹിക്കും. ദേവിയുടെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അത് അൾട്ടിമേറ്റായിട്ടുള്ള ഒരു 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 പ്രാർത്ഥനയാണത്. ഇത് കുട്ടികൾക്ക് ജപിക്കാം, പ്രായമുള്ളവർക്കും ജപിക്കാം, ജോലി ചെയ്യുന്നവർക്ക് ജപിക്കാം, ആർക്കും ജപിക്കാം. അവരുടെ ജീവിതം ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. അവരുടെ ജീവിതം ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് അത്ഭുതകരമായ ജീവിതം ഉയർച്ചയിലേക്ക് മാറുമെന്നുള്ളതാണ്. അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഈശ്വരനെ അനുഭവിക്കാൻ തുടങ്ങും. ആരെന്ത് നിങ്ങൾക്കെതിരെ ഉപദ്രവിച്ചാലും, നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും അതൊന്നും നിങ്ങൾ കേൾക്കത്തില്ല. ദൈവാധീനം ഉണ്ടാകുമ്പോൾ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോൾ, ആ പരമേശ്വരൻ നിങ്ങളെ പിടിച്ച് നടത്തുമ്പോൾ ആർക്കാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റുന്നത്? ആര് പ്രവർത്തിച്ചാലും അത് അവർക്കെതിരെ പോകത്തേ ഉള്ളൂ. പ്രവർത്തനങ്ങൾ നിങ്ങളെ ബാധിക്കത്തില്ല. ആശ്ചര്യകരമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ജപിച്ചോളുക. പിന്നെ നിങ്ങൾ പറ്റുന്നവരെ സാധിക്കുമ്പോഴൊക്കെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പോകണം. മുരുകൻ എല്ലാത്തിനും പരമഗുരുവാണ്. ശിവൻ തന്നെയാണ് മുരുകൻ. അഗസ്ത്യർക്ക് ഗുരുവാണ് മുരുകൻ. അപ്പോൾ മുരുകക്ഷേത്രത്തിൽ പോയി മുരുകന് ത്രിമധുരത്തിന് രസം എടുത്തിട്ട് ഓം ശരവണ ഭവായ നമ, ഈ മന്ത്രം വാഗൊണ്ടോ ജപിക്കാം, അല്ലെങ്കിൽ മനസ്സിലോ ജപിക്കാം. വാഗൊണ്ട് ജപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. 6 വലത്ത് വെച്ച ശേഷം ഈ ത്രിമധുരത്തിൻ്റെ രസം അടക്കി വെക്കണം. ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടണം. ഇത് ചൊവ്വാഴ്ചകൾ സാധിക്കുന്ന പോലെ ചെയ്യുക. ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല. കുട്ടികൾക്കും ചെയ്യാം, പ്രായമുള്ളവർക്ക് ചെയ്യാം, ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാം. ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല. കാരണം പരമഗുരുവായ മുരുകൻ കൂടെയുള്ളപ്പം, ശിവൻ തന്നെയാണ് മുരുകന് കൂടെയുള്ളപ്പം പിന്നെ ഒരു പരാജയങ്ങളും ഉണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെ ഞാനൊരു മന്ത്രം ഒരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ മന്ത്രം കൂടെ ജപിച്ചാൽ ഏത് ആപത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി കാക്കും സുബ്രഹ്മണ്യ വേൽ. വേൽ, മുരുകൻ്റെ വേൽ, അത് പാർവതി ദേവി കൊടുത്തതാണ്, ശക്തിയാണത്, അത് പരമശക്തിയാണ്. വേൽ വേൽ വെട്രി വേൽ, വെട്രി എന്ന് വെച്ചാൽ വിജയം. വെട്രി വേൽ എന്നെ ചുറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ സായ ഉച്ചരിക്കുന്നത്, ചുറ്റി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ചുറ്റുകാന്ന് ഉദ്ദേശിക്കുന്നത്. എന്നെ ചുറ്റി കാക്കും, എന്ന് വെച്ചാൽ എന്നെ സംരക്ഷിക്കും. സുബ്രഹ്മണ്യ വേൽ. ഇത് ഒരു സ്പോർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് രംഗത്ത് വിജയങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ പരീക്ഷകളിൽ വിജയങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ കേസുകളൊക്കെ വിജയിക്കാൻ, അതുപോലെ ജീവിതത്തിൽ ഏതൊരു കാര്യം നേടിയെടുക്കാൻ, തടസ്സങ്ങൾ മാറാൻ, പ്രതിസന്ധികൾ മാറാൻ, വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ജപിക്കാം. ഒരു തരത്തിൽ വാഹനങ്ങളിൽ നിന്നൊക്കെ ആപത്തുകൾ ഉണ്ടാകാതിരിക്കാൻ, അതുപോലെ പോലീസ്, പട്ടാളം, ഫോഴ്സ്, ഇങ്ങനെയുള്ള. അപ്പം മുരുകൻ എന്ന് പറഞ്ഞാൽ ദേവസൈന്യാധിപനാണ്. അപ്പോൾ ഈ ഫോഴ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ മന്ത്രം നല്ലതാണ്.
സർവ്വരക്ഷ അവർക്ക് നൽകും. അതുപോലെ ഏതൊരാൾക്കും, ഇനിയിപ്പോൾ അവരെന്നല്ല, ഏത് ജോലി ചെയ്യുന്നവർക്കും, ഏതിപ്പോൾ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, സിനിമാ മേഖലയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, എവിടെ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു മന്ത്രം അത്ഭുതകരമായ ഫലം ചെയ്യുന്നതാണ്. ഇത് നമ്മൾ വടക്കോട്ട് നോക്കിയത് ജപിക്കുന്നത് നല്ലതാണ്, കിഴക്കോട്ട് നോക്കിയത് ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കാം, കുളി കഴിഞ്ഞ് ജപിക്കാം, ഒരു തവണ ജപിച്ചാലും മതി, അല്ലെങ്കിൽ 3 തവണ ജപിക്കാം. നിങ്ങൾ ഇഷ്ടം പോലെ ജപിച്ചാൽ മതി. വേൽ വേൽ വെട്രി വേൽ എന്നെ ചുറ്റി കാക്കും സുബ്രഹ്മണ്യ വേൽ. അത്ഭുതകരമായ മന്ത്രമാണ്. അപ്പം ഇതുകൂടെ ഞാൻ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും, അതുപോലെ കുട്ടികൾക്ക് ഒക്കെ എല്ലാത്തിലും ഒരു നമ്പർ 1 വിജയം ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു മന്ത്രം കൂടെ ജപിച്ചാൽ. അപ്പോൾ ഇന്ന് 2 മന്ത്രങ്ങളാണ് പറഞ്ഞത്, ഒന്ന് ശിവൻ്റെയും മറ്റേ സുബ്രഹ്മണ്യൻ്റെയും. അപ്പോൾ ഇത് സ്കൂൾ തുറക്കുകയാണ്. കുട്ടികൾക്കൊക്കെ അവരേറ്റവും മിടുക്കന്മാരായിട്ട് വളർന്നു വരാനും, അതുപോലെ ഏറ്റവും ഉയർന്ന വിജയങ്ങൾ കരസ്ഥമാക്കാനും, ഏറ്റവും പ്രതിഭാശാലികളായിട്ട് വരാനും ഒക്കെ ഇത് ഉപകരിക്കും. അതുപോലെ വീട്ടിലുള്ളവർക്കും ജപിക്കാം. സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, തൊഴിൽ ചെയ്യുന്നവർക്കും വീട്ടിലുള്ളവർക്കും ഏതൊരു ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഈ 2 മന്ത്രവും ജപിക്കാം. അവരേറ്റവും ഉയർച്ചയുടെ, സമ്പത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ എല്ലാം ആ ഒരു ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ ഉപകരിക്കും. ഇത് ഒരു നിധി പോലെ നിങ്ങൾ ഈ അറിവ് സൂക്ഷിക്കുക, നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ഇത് വേറെ ആരും ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തരത്തില്ല. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇതുപോലെ. അപ്പോൾ അതുപോലെ ഉള്ള രഹസ്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ഇതെല്ലാം ശിവവിദ്യകളാണ്, ഇതെല്ലാം ശിവമയമാണ്. ഓം ശിവമയം ശിവായ സ്വാഹ. എല്ലാം ശിവനാണ്, ശിവമയമാണ്. ശിവനിൽ നിന്നാണ് 64 കലകളും. ശിവനെ പാർവതീദേവിയാണേലും ആ ശിവനെ തപസ് ചെയ്ത് സ്വന്തമാക്കിയതാണ്. അപ്പോൾ എല്ലാം ആ ശിവമയമാണ്. ആ ശിവനിൽ തന്നെ ഉണ്ട് പാർവതിയും, പാർവതി തന്നെ ഉണ്ട് ശിവനും. അവർ രണ്ടല്ല, ഒന്നാണ്. ശക്തിയും ശിവനുമാണ്. അതായത് ചലനവും നിശ്ചലാവസ്ഥയുമാണ്. ചലനം ശക്തി, നിശ്ചലാവസ്ഥ ശിവൻ. എല്ലാ ചലനങ്ങളും അവസാനിക്കുന്ന നിശ്ചലാവസ്ഥയിലാണ്. ചലനത്തെ ശക്തിയായിട്ട്, ദേവിയായിട്ട് നമ്മൾ കാണുന്നു, നിശ്ചലാവസ്ഥയെ ശിവനായിട്ട് കാണുന്നു. ആ എല്ലാ ചലനങ്ങൾക്കുള്ളിലുള്ള നിശ്ചലാവസ്ഥ അത് പ്രപഞ്ചത്തിൽ മുഴുവനുള്ളതാണ്. ചലനമുണ്ട്, നിശ്ചലാവസ്ഥയുണ്ട്. അപ്പോൾ ശിവനും ശക്തിയും ചേർന്നതാണ് പ്രപഞ്ചം. അതാണ് സൂക്ഷ്മാർത്ഥം. ഇപ്പോൾ ഏതൊരു വസ്തുവും ചലിച്ചു കഴിയുമ്പോൾ അതൊരു നിശ്ചലാവസ്ഥയിലേക്ക് എത്തും. അത് ശിവതത്വം, അത് ശിവബോധം, ചലനം ദേവി. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ശിവനെ, ശക്തിയെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും, സർവ്വ സമ്പത്തും ഉണ്ടായി വരും. ഇതാണ് ശിവരഹസ്യം. ശക്തിയും ശിവനും ചേർന്നതാണ് പ്രപഞ്ചം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലും പ്രപഞ്ചത്തിലുമുള്ള എല്ലാ ചലനങ്ങളും അത് ശക്തിയാണ്, ദേവിയാണെന്നറിയുക. ആ ചലനങ്ങൾക്കുള്ളിൽ അതിനെ നിയന്ത്രിക്കുന്ന ആ ചലനങ്ങൾ ചെന്നെത്തുന്ന ഒരു നിശ്ചലതയുണ്ട്, അത് ശിവനാണെന്നറിയുക. അപ്പം ഇത് 2 ചേരുന്നതാണ് പ്രപഞ്ചം. അപ്പം ദേവി അറിഞ്ഞ ശേഷമേ ദേവിയെ വിളിച്ചിട്ട് ശിവനെ വിളിക്കാവുള്ളൂ. അങ്ങനെ ശിവനിൽ എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ പോയാൽ ആദ്യം പാർവതി ദേവിക്ക് പിൻവിളക്ക് തെളിയിക്കണം, പിൻവിളക്കിൻ്റെ രസീത് എടുത്ത് അടക്കി വെക്കണം, ദേവിയെ വിളിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ദേവിയെ വിളിച്ചിട്ട് ഭഗവാനെ വിളിക്കുമ്പോഴാണ് അതിനൊരു കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാകുന്നത്. കാരണം ദേവിയെ ശക്തി അറിഞ്ഞു കഴിഞ്ഞാണ് ശിവനെ അറിയേണ്ടത്. ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ 7 കൊല്ലം സർവമംഗളമംഗല്യം ജപിച്ച ശേഷമാണ് ഞാൻ ശിവവിദ്യയിലേക്ക് വന്നത്. അതിനുശേഷമാണ് ഞാൻ ശിവവിദ്യയിലേക്ക് വന്നത്, അഗസ്ത്യരുടെ ശിവരാജയോഗത്തിലേക്ക് വന്നു. അപ്പം നിങ്ങൾക്കും ഞാൻ പറഞ്ഞതെല്ലാം സത്യസന്ധമായുള്ള കാര്യങ്ങളാണ്, നന്മയുള്ള കാര്യങ്ങളാണ്, സത്യവിദ്യകളാണ്. നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരനെ അറിയാൻ എപ്പോഴും ശ്രമിക്കണം. അതിന് വേറൊന്നും വേണ്ട, നിങ്ങളുടെ നന്മ, പ്രവൃത്തി ഇതൊക്കെ ശരിയായാൽ മതി. നിങ്ങളൊന്നും അന്വേഷിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് ഈശ്വരൻ്റെ ശരിയായ വിദ്യ കിട്ടണമെങ്കിൽ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വന്നോളൂ. നിങ്ങൾ പോയി കണ്ടെത്തുന്നതൊന്നും അതായിരിക്കണമെന്നില്ല. സത്യവിദ്യ, ആ ശരിയായിട്ടുള്ള ഗുരു നിങ്ങൾ പാകപ്പെടുമ്പോൾ ഗുരു മുന്നിൽ വരും. അതാണ് യഥാർത്ഥ ഗുരു. അല്ല നിങ്ങൾ കണ്ടുപിടിക്കുന്നതോ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നതൊന്നും യഥാർത്ഥ നിങ്ങൾക്ക് കിട്ടേണ്ട ആ ശരിയായിട്ടുള്ള വിദ്യ ആയിരിക്കത്തില്ല. നിങ്ങളുടെ കർമ്മഗതി ശരിയാകുമ്പോൾ, നിങ്ങളുടെ കർമാസ് ന്യൂട്രലൈസ് ആകുമ്പോൾ, നിങ്ങളുടെ കർമ്മങ്ങൾ ഗ്ലൻസ് ആകുമ്പോൾ, കർമ്മങ്ങൾ നിർവീര്യമാകുമ്പോൾ, കർമാസ് ന്യൂട്രലൈസ് ആകുമ്പോൾ, നിങ്ങൾ പാകമാകുമ്പോൾ, പക്വമാകുമ്പോൾ യഥാർത്ഥ ഗുരു നിങ്ങൾ മുന്നിൽ വരും. നിങ്ങൾക്ക് സത്യവിദ്യ കിട്ടും. ബാക്കിയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ അവിടെ ആ വിദ്യ പഠിപ്പിക്കുന്നു, ഇവിടെ ഈ വിദ്യ പഠിപ്പിക്കുന്നു, അതൊക്കെ ഒരു
സമയം കളഞ്ഞ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നല്ലാതെ നിങ്ങളുടെ മനസ്സും പ്രവൃത്തിയും കർമ്മശുദ്ധമാകുമ്പോൾ ശരിയായ സത്യവിദ്യ നിങ്ങളിലേക്ക് എത്തും. അല്ലാതെ അവിടെ ഇവിടെ ഒന്ന് അലഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ ആരോഗ്യവും ഒക്കെ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ളതല്ല, നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാനുള്ളതാണ്. അതിന് പ്രയോജനപ്പെടുത്തുക. പ്രവൃത്തി ശുദ്ധമായിരിക്കുക, നിങ്ങളുടെ മനസ്സിൽ നന്മ ഉണ്ടായിരിക്കുക, ശരിയായ നല്ല രീതിയിലുള്ള ഈശ്വര കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ പാകപ്പെടുമ്പോൾ നിങ്ങളുടെ മുന്നിൽ യഥാർത്ഥ ഗുരു വരും. അതാണ് യഥാർത്ഥ ഗുരു, അതാണ് യഥാർത്ഥ വിദ്യ. അല്ലാതെ നിങ്ങൾ അവിടെ ഇവിടെയും പരസ്യം കണ്ടുപോയി കണ്ടുപിടിക്കുന്നതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഒരു കർമ്മദോഷമാണ്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ അഭിപ്രായം പറയാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, അല്ലാത്തൊരു തള്ളിക്കളയാം. ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ആ ശിവനെ ഓരോ ശാസ്ത്രത്തിൽ ഉപാസിക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ചാളുകളെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഈശ്വരനെ അറിയണം, ആവശ്യമില്ലാത്ത അവിടെ ഇവിടെയൊക്കെ പോയി പൈസ കളയരുത് എന്ന വിചാരത്തിൽ പറഞ്ഞതാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.